Hello, hi friends. Salt and Pepperലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഒരു ഇന്റർനാഷണൽ ഫുഡാണ്. അത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇതിന്റെ പേര് പോർക്ക് ചൗ എന്നാണ്. ഇതൊരു മംഗോളിയൻ വിഭവമാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ക്യാബേജ് 150 ഗ്രാം, ക്യാരറ്റ് 150 ഗ്രാം, സ്പ്രിംഗ് ഓണിയൻ ഒരെണ്ണം, മുളക് 4 എണ്ണം, ഇഞ്ചി ഒരെണ്ണം വലുത്, സവോള 2 എണ്ണം, മല്ലിയില 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടുക് പൗഡർ 1 ടീസ്പൂൺ, കുരുമുളക് പൗഡർ 1 ടീസ്പൂൺ, ലൈം ഒരെണ്ണം, സോയ സോസ് 1.5 ടീസ്പൂൺ, ന്യൂഡിൽസ് 150 ഗ്രാം വേവിച്ചത്, ടൊമാറ്റോ സോസ് 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, പോർക്ക് 350 ഗ്രാം. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ ഒഴിച്ച് ഒരു ചീനിച്ചട്ടി ചൂടാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരെണ്ണം, ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് പിളർന്നത് 4 എണ്ണം, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് 1 വലുത്, ക്യാബേജ് നീളത്തിലരിഞ്ഞത് 150 ഗ്രാം, ഉപ്പ് ഇവ ചേർത്ത് നന്നായി വഴറ്റുക. വീണ്ടും 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിക്കണം. വഴന്നു വരുമ്പോൾ ജീരകം 1/2 ടീസ്പൂൺ, കടുക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, സോയ സോസ്, ടൊമാറ്റോ സോസ് എന്നിവ 1.5 സ്പൂൺ വീതവും വേവിച്ച് വച്ചിരിക്കുന്ന പോർക്കും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി വേവിച്ച് മാറ്റി വച്ചിരിക്കുന്ന ന്യൂഡിൽസ് 100 ഗ്രാം ഇതിൽ ചേർത്ത് മല്ലിയിലയും ചേർത്ത് ഇളക്കണം. വീണ്ടും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്തിളക്കി നന്നായി യോജിപ്പിച്ച ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി അതിനു മുകളിൽ നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, ക്യാബേജ് ഇവ വിതറി അലങ്കരിക്കുക. സ്വാദൂറും പോർക്ക് ചൗ റെഡിയായി. ഇതേ രീതിയിൽ തന്നെ പോർക്കിനു പകരം ബീഫ്, ചിക്കൻ ഇവയും തയ്യാറാക്കാം. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.